അമ്മക്കിളി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മക്കളെ. അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്നറിയാം. അമ്മക്കിളിക്ക് ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്താന്ന് നോക്കാം. ശരി, ഗിഫ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അമ്മക്കിളിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ മറന്നു പോകരുത്. തിരിച്ചും അമ്മക്കിളി പറയത്തില്ല, എല്ലാവരും കൂട്ടുകൂടണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് അമ്മക്കിളിക്ക് വന്ന ഇന്നത്തെ സർപ്രൈസ് എന്ന് നോക്കാം. മോക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഇപ്പം തന്നെ തുറക്കണം. ഞാൻ പറഞ്ഞ ടീച്ചറെ കഴിഞ്ഞ് തുറക്കാം. ഇല്ല മമ്മി ഇപ്പം തുറക്കുന്നത്, എന്തായാലും തുറക്കുവാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കുന്നു. എങ്ങനെയുണ്ട്? എന്താന്ന് മനസ്സിലായോ? ഓ അയ്യോ, സൂപ്പർ സിംഗർ മിഷൻ. സൂപ്പർ. എൻ്റെ മക്കളെ ഉള്ള അറിയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതാണ്. ഇപ്പം നിങ്ങളത് തുറന്ന് കാണിക്കാം. സിംഗർ മിഷൻ. ഈ മിഷൻ എൻ്റെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിലുണ്ട്, പഴയ മോഡല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു. ഈ മോഡലല്ല, ഇതിൻ്റെ ബേസിക് മോഡല്. അപ്പം ഇത് വന്ന് ഹെവി ഡ്യൂട്ടി മോഡലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഭയങ്കര ഒരു സന്തോഷം. മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ഗാർഡനിങ്, കുക്കിങ്, ടൈലറിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. മിഷനെ പറ്റിയോ തയ്യലിനെ പറ്റിയോ മക്കളി പറഞ്ഞു തരാം. ഇതാണ് അമ്മക്കിളിക്ക് ഇന്ന് സർപ്രൈസ് ആയിട്ട് മോളും മരുമോനും വാങ്ങിച്ചു തന്നത്. അപ്പം ഇത് നമ്മളിന്ന് തുറന്നതിൻ്റെ സംഭവങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തുറന്നു നോക്കുന്നത്. എൻ്റെ മക്കളെ ബാക്കി പാക്കിങ് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാത്. അയ്യോ, എത്ര പാക്കിങ് എന്ന് നോക്ക്. എനിക്ക് 2 പെൺപിള്ളേരല്ലേ, അവർക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ തന്നെയായിരുന്നു തയ്ക്കുക ഒരു 10-12 വർഷമായിട്ട്. അപ്പം പണ്ടല്ല, അതിക്കുള്ള എനിക്ക് ആദ്യം വേറെ മെഷീനായിരുന്നു, പഴയ മെഷീന്. അത് കഴിഞ്ഞിട്ടാണ് ഈ മോഡൽ വാങ്ങിച്ചത്. ഈ മോഡൽ വാങ്ങിച്ചു എല്ലാം ഞാൻ വീട്ടിൽ തന്നെ തയ്ക്കുമായിരുന്നു. അന്നേരം 2 പേർക്ക് ഒരേമാതിരി ഡ്രസ്സ് അങ്ങനെ തയ്ക്കാം. അതേപോലെ ഇപ്പം എനിക്ക് ദൈവം ഇവിടെ എനിക്ക് 3 കൊച്ചുമക്കളാണ്. എനിക്ക് മോക്ക് മോടെ മക്കൾക്ക് 5 പേർക്ക് ഒരുപോലെ ഞങ്ങൾ തയ്ക്കും ഡ്രസ്സ്. അപ്പം അത് തയ്ക്കണമെങ്കിൽ നമുക്ക് കടയിൽ കൊടുത്തൊന്നും തയ്യൽ നടക്കേണ്ട മക്കളെ. അതുകൊണ്ട് ഇതിന് മാത്രമല്ല, വീട്ടിൽ നമ്മുടെ ആവശ്യം മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ഡാൻസ് സ്കൂൾ ഉണ്ടെന്ന്. അപ്പം ആ സ്കൂളിലെ കോസ്റ്റ്യൂമൊക്കെ ഞാനാണ് മാക്സിമം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ തയ്ച്ചാലേ പറ്റും. എല്ലാം നമുക്ക് വാങ്ങിക്കാൻ നടക്കും. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ വരും ഒരുമാതിരിയൊക്കെ ഒത്തിരി ബൾക്കായിട്ട് എടുക്കുമ്പോൾ വെച്ച് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് വരും. പക്ഷേ ഇവിടെ അത് പറ്റിയില്ല. കാര്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അവരൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എത്ര ബോക്സാണ് നോക്കിയിരുന്നത്. അമ്മ ഇതിന്റെ സ്റ്റോറേജ് ബോക്സിൽ ഇരിക്കേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. എന്തൊക്കെ സംഭവം ഇതിലുണ്ടെന്ന് നോക്കണം. ഞാൻ ബേസിക് മോഡലേ വാങ്ങിക്കാം. അപ്പോൾ അതിലുള്ളതെല്ലാം ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് നമുക്കിത് അതിനെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇച്ചിരി കട്ടിയുള്ള തുണിയൊക്കെ തയ്ക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ നമുക്ക് ഇച്ചിരി കട്ടിയുള്ളത് വയ്ക്കുമ്പോൾ ഒരു സ്ട്രക്കാകുന്ന പോലാകും. പിന്നെ ഓപ്ഷൻസ് നിറയെ ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഈ മെഷീൻ. ഇപ്പം ചോദിക്കും എന്താ ഈ കളർ എടുത്തത്. മറ്റേത് വൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ തയ്ക്കുന്ന തുണിയുടെ ഒക്കെ ആ കളർ ഇങ്ങനെ ആകും. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഗ്രേ കളർ എടുത്തത്. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഇതാണ് ഫ്രണ്ട് വശം. അപ്പൊ ഇതിന് എന്തൊക്കെ സംഭവങ്ങളാണ്. ഇത് നമ്മൾ കാല് ചവിട്ടണമെങ്കിൽ ചവിട്ടാൻ അങ്ങനെയുള്ള ഓപ്ഷനുകളാണ്. അതിന്റെ കളറാണിത്. പിന്നെ ഇതിൽ മാനുവല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഇല്ല. നമ്മൾ വാങ്ങിച്ച അതേ മോഡൽ തന്നെ. പക്ഷേ ഹെവി ഡ്യൂട്ടി, അതാണ് ഹെവി ഡ്യൂട്ടി എന്നാണ് ഇച്ചിരി കട്ടിയുള്ളത്. ഇപ്പോൾ നമുക്ക് കോസ്റ്റ്യൂം ഒക്കെ റെഡിയാക്കുന്ന പറഞ്ഞാൽ ചിലപ്പം 2-3 ലെയർ ഒക്കെ വെച്ച് തയ്ക്കേണ്ടി വന്നാലേ അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. ഇതിനടുത്ത ടെക്നോളജിയിലുള്ളതാണ് ആദ്യം ഞങ്ങൾ നോക്കിയത്. പക്ഷെങ്കിൽ അത് നമുക്ക് കട്ടിയുള്ള തുണികൾ തയ്ക്കാൻ പറ്റത്തില്ല. ഈ മോഡൽ മെഷീൻ എല്ലാം ഈ കട്ടിയുള്ള തുണി വെക്കാൻ പറ്റത്തില്ല. ഈ ഓപ്ഷൻ പഴയതിന് എനിക്ക് 12 എണ്ണം ഉണ്ടായിരുന്നു. ഇതിന് പക്ഷെങ്കിൽ 60-70 എണ്ണം ഉണ്ട്. അത് മാനുവൽ ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ മനസ്സിലായാലും ബോബൻ കേസ് ഫ്രണ്ടിൽ കൂടാണ് ലോഡ് ചെയ്യേണ്ടത്. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻറ്റ്. മക്കളെ ഇപ്പോൾ ഇതിനെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എൻ്റെ മറ്റേ മെഷീനും ഇതിനും കൂടെ ഹെവി ഡ്യൂട്ടി ഞാൻ പറഞ്ഞു. പിന്നുള്ളത് നീഡിൽ പൊസിഷൻ നമുക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ബോബൻ കേസ് നമ്മൾ സാധാരണ പഴയ മോഡൽ എല്ലാ മെഷീനും ബോബൻ കേസ് സൈഡിൽ കൂടി ഇങ്ങനെ ഇടുന്നതായിരിക്കും. മെഷീനകത്താണെങ്കിൽ ഇങ്ങനെ തുറന്നിട്ട് ഇത് സ്റ്റോറേജ് ബോക്സ് സെപ്പറേറ്റ് വരും. അതിന് അത് തുറന്നിട്ട് ബോബൻ കേസ് ഇങ്ങനെയാണ് ഇടേണ്ടത്. പക്ഷെ ഇത് സ്റ്റോറേജ് ബോക്സ് വെളിയിൽ വരത്തുമില്ല. അത് ഫിക്സഡ് ആണ്. ഉണ്ട് മറ്റേ നമുക്ക് ഇച്ചിരൂടെ ഈസി ആയിട്ട് നമുക്ക് വെളിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഇതാണ് ഇച്ചിരൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഇതിനടുത്ത് ഇത് നോക്കി, പക്ഷെ അതിൽ നമുക്ക് കട്ടിയുള്ള തുണി തയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഇത് ഞങ്ങൾ സെലക്ട് ചെയ്തു. കമ്പിളി പോലത്തെ തുണികളൊക്കെ വെച്ച് ഇതിൽ തയ്ക്കാൻ പറ്റും. അതാണ് ഹെവി ഡ്യൂട്ടി എന്നുള്ളത്. പിന്നെ നീഡിൽ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേതിനാണെങ്കിൽ നമ്മൾ ഒന്നിട്ട് അത് അങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ, പിന്നെ മാറ്റാൻ പറ്റില്ല. ഇത്രയൊക്കെ ഉള്ളതിന് ഡിഫറെന്റ് എന്ന് പറയാൻ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. പക്ഷെ വെയിറ്റ് നല്ല വെയിറ്റാണ്. മറ്റേതിനെക്കാട്ടിൽ ഇത് വെയിറ്റ്. അതുകൊണ്ടാണ് ഇത് എടുത്തത്. എന്തായാലും സിംഗറെ വാങ്ങിക്കൊള്ളൂ എന്ന് അത് തീരുമാനം ഞങ്ങൾ നേരത്തെ എടുത്തതാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ മിഷൻ വാങ്ങിച്ചു. ഇനിയിപ്പോ തയ്ക്കാൻ തുടങ്ങണം. ആൾറെഡി തുണിയെല്ലാം വാങ്ങി റെഡിയാ വെച്ചിരിക്കുവാണ്. കുറച്ച് കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ചട പൊടന്ന് തയ്ച്ചെടുക്കണം. 10-25 സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് തയ്ച്ചെടുക്കണമല്ലോ. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അതിനിടയ്ക്കാണല്ലോ തയ്ക്കാതിരിക്കുന്നത്. അപ്പൊ അതും കൂടെ പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് ചട പൊടന്ന് നമുക്ക് തയ്ക്കാനുള്ള പരിപാടി തുടങ്ങുവാണ്. തയ്ച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ തയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാം. എൻ്റെ ഉണ്ട് കത്രിക കേട്ടോ. ഇപ്പൊ മെഷീൻ ഓപ്പൺ ചെയ്ത് നൂലിടുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇടുക. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ തുണിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നൂല് ചുറ്റുമ്പോൾ അതങ്ങനെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതിങ്ങനെ ഇട്ടിട്ട്
ഈ ഒരു സംഭവം ഇതിടണം. നൂലൂരി വെളിയിലോട്ട് വരാതിരിക്കാൻ ഇതിങ്ങനെ ക്ലോസ് ആക്കി വെക്കണം കേട്ടോ. അടുത്ത നമ്മൾ ഇതിലാണ് ബോബൻ ഇടേണ്ടത്. ബോബൻ ഇനി ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ ലൈറ്റിന്റെ സ്വിച്ച് ഇപ്പുറത്തുണ്ട്. ലൈറ്റ് ഇട്ടു. നമുക്ക് സാധാരണ എല്ലാ മെഷീനിലും ബോബൻ കേസ് തനിയാണ് വരുന്നത്, നമ്മൾ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ മെഷീനിൽ ഇത് ഫിക്സഡ് ആണ്. ബോബൻ മാത്രം നമ്മൾ മാറ്റി ഇടുകയും ചെയ്താൽ മതി. അതൊരു ഓപ്ഷൻ പ്രത്യേകിച്ചുണ്ട്. ഇവിടെ ലൈൻ കുത്തി ഞാൻ ലൈറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഇത് നൂലൊന്ന് ചുറ്റി നമ്മൾ ഈ ബോബനകത്ത് ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോൾ വഴി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് അടുപ്പിക്കണം. ഇടയിലുണ്ട് ഇതിൽ ചവിട്ടാം നമുക്ക് കേട്ടോ. ഇതാണ് നല്ല വശം. ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ കാല് വെച്ച് നമുക്ക് ചവിട്ടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പെടലിൽ ചവിട്ടിയാൽ മതി. നൂല് ഓട്ടോമാറ്റിക്കായിട്ട് ബോബനിൽ അങ്ങനെ ചുറ്റിക്കോളും. പിന്നെ നമ്മൾ എടുത്തിട്ട് പിന്നെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ചുറ്റുന്ന കാണിക്കും. ഇങ്ങനെയാണ് ബോബൻ കേസിൽ നൂല് കിട്ടുന്നത്. നൂല് കിട്ടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ് ബോബൻ കറങ്ങാതെ അങ്ങനെ നിന്ന് പോകും. പിന്നെ നമ്മളങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി. മാറ്റുവാണ്. അടുത്തത് നമുക്ക് ഞാൻ നോക്കുന്നത് ഇതിലേ വന്ന് ഇങ്ങനെ ഇതിനകത്തൂടെ കയറി ആദ്യം ഇതിനകത്ത് കയറ്റുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഇവിടെ കയറ്റി, അത് കഴിഞ്ഞ് ഇതിനകത്ത് കയറ്റി ഇനി താഴോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇന്ന് ഇതാണ് മക്കളുടെ വിശേഷം. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം കേട്ടോ പിള്ളേരെ. എല്ലാ മക്കളോടും കൂടിയാണ് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്.